മലയാള സിനിമയെ രാജ്യാന്തര ശ്രദ്ധയിലെത്തിച്ച പ്രതിഭകളിലൊരാളായ ഷാജി എൻ കരുണിന് വിട ചൊല്ലാൻ സിനിമാലോകം. ഭൗതികദേഹം രാവിലെ 10 മുതൽ 12 വരെ തിരുവനന്തപുരം വഴുതക്കാട് കലാഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ദേവികയുണ്ട്. ദേവിക, അദ്ദേഹത്തിന്റെ പൊതുദർശനം 10 മണിയോടുകൂടി തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിലേക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരം? മായ, തീർച്ചയായിട്ടും മലയാള സിനിമയെ ഔന്നത്യത്തിലെത്തിക്കാൻ കഠിനമായി പ്രവർത്തിച്ച പ്രതിഭകളിൽ ഒരാളായ ഷാജി എൻ കരുൺ സാറാണ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ വഴുതക്കാട്ടെ വസതിയായ പിറവിയിലാണ്. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയുടെ പേര് ആണ് പിറവി. ആ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ വസതിക്കും ഇട്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഈ സിനിമയിൽ അഭിനയിച്ച നായികയായ അർച്ചന ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ വീട്ടിലുണ്ട്. ഈ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കലാഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം സ്വവസതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും 2011 പത്മശ്രീ അടക്കമുള്ള അവാർഡുകൾ സമ്മാനിച്ച് രാജ്യം ഉൾപ്പെടെ ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കാൻ ചലച്ചിത്രമേളയിലടക്കം ഇദ്ദേഹത്തിന് അനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാള സിനിമയെ രാജ്യാന്തര ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ശ്രാന്തം പരിശ്രമിച്ച പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം. അർബുദബാധിതനായ ചികിത്സയിലായിരുന്നു. നിലവിൽ KSFDCയുടെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ ആയുഷ്കാല സംഭാവനയ്ക്ക് ഇദ്ദേഹത്തെ JC ഡാനിയൽ പുരസ്കാരം നൽകിയും ആദരിച്ചിട്ടുണ്ട്. 7 തവണ ഇത്തരത്തിൽ ദേശീയ അവാർഡുകളും 7 തവണ സംസ്ഥാന അവാർഡുകളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമാണ്. MTയുടെ അടക്കമുള്ള സിനിമകളിൽ ഇദ്ദേഹം ക്യാമറ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും കൃത്യമായ കയ്യൊപ്പ് പതിപ്പിച്ച, മലയാള സിനിമയെ മറ്റ് മേഖലകളിലും ഔന്നത്യത്തിലെത്താൻ വേണ്ടി സഹായിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. കൊല്ലം ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. സാംസ്കാരിക മേഖലയിലും ചലച്ചിത്ര മേഖലയിലുമുള്ള അനവധി പ്രമുഖർ ഇദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു, അനുശോചനം അർപ്പിച്ചിരുന്നു. മലയാള സിനിമയുടെ മുഖവും മുഖശ്രീയുമായ ചലച്ചിത്രാവിഷ്കാരകനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വ്യക്തികൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. തീർച്ചയായും മലയാള സിനിമയ്ക്കും സാംസ്കാരിക കേരളത്തിനും തീരാ നഷ്ടം തന്നെയാണിത്. മായ.